രണ്ടുപേരും കാണാം. തൂഫാൻ, ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റി അവലോകനം ചെയ്യുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ശരിക്കും ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും കുഴപ്പമില്ല. ഈ സ്ഥലത്തേക്ക് നിന്ന് വെറുതെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതൊരു പ്രത്യേക സ്ഥലമാണല്ലോ, നല്ലൊരു സ്ഥലം അല്ലേ? ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വേണം വരെ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇനി പല പല സ്ഥലങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചു. ഹോം ടൂർ. ഹോമിൽ നിന്ന് ടൂർ ചെയ്യുന്നത് എങ്ങനെ? ഹോമിൽ നിന്നുകൊണ്ട് തന്നെ ടൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി. അപ്പൊ നമ്മൾ അതാണ് ഈ തൂഫാൻ. തൂഫാൻ അങ്ങനെയുള്ളവർക്കുള്ളതാണ്. ഹോമിൽ നിന്ന് ടൂർ ചെയ്താൽ തൂഫാനായി പോകും. തൂർഫാനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ആദ്യം പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഇവിടെയുള്ള സകല പാവപ്പെട്ടവർ പിടിക്കുന്നുണ്ട്. അതായത് ഏറ്റവും താഴെക്കിടെയുള്ള കച്ചവടക്കാരെ പിടിച്ചെന്ന് വിചാരിക്കുക. അവന്റെ ഒരു വരുമാനമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ടവനാണ്. അവൻ ആകെ ഉണ്ടാകുന്ന കുറച്ച് പൈസ എടുത്തിട്ട് കുറച്ച് കഞ്ചാവ് മേടിച്ച് അവൻ അഡിക്റ്റ് ആയതുകൊണ്ടോ അല്ല അവന് മറ്റു ജീവനമാർഗം ഇല്ലാത്തത് കൊണ്ടോ പല പിള്ളേരെ പിടിച്ച് കഴിഞ്ഞ് പോലീസുകാർ ഫോട്ടോ വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് കണ്ടപ്പോൾ മനസ്സിലായതാ. അങ്ങനെ ചെയ്യുമ്പോൾ അവന് വേറെ നിവൃത്തിയില്ല. ആ നിവൃത്തി ഇല്ലാതെ ആയത് എന്തുകൊണ്ടാ? അവൻ ചിലപ്പോൾ കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കും. അവൻ ജനിച്ചതേ കഞ്ചാവ് അടിച്ചോണ്ടല്ല, അവൻ ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ട് ജനിക്കുന്നില്ല. ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ട് ഈ സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ പോലീസും പരിപാടിയൊക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവൻ കഞ്ചാവ് അടിച്ചു. എന്ത് എന്തോ സംഭവിക്കുന്നുണ്ടോ? അത് പോട്ടെ, അതങ്ങനെ നടക്കട്ടെ. പണിയാവോ? വിഷയാവോ? പൊട്ടിത്തെറിക്കോ? അപ്പോ മിന്നുന്നത് അപ്പോ ഇവൻ ഇവിടെ ജനിച്ചു വളർന്നു. ഇവൻ ഈ നാട്ടിൽ ജീവിച്ചപ്പോൾ അവന് കുറച്ച് പ്രായമായപ്പോൾ അവന് കഞ്ചാവ് കിട്ടുന്നു, അവന് അടിക്കുന്നു, അവൻ അടിമയായി പോകുന്നു. അവൻ അടിമയാൻ സാധ്യത ഉള്ളവനാണെന്നേ പറയത്തുള്ളൂ, അല്ലാതെ കഞ്ചാവ് അടിച്ചുകൊണ്ട് കഞ്ചാവിന്റെ പ്രത്യേകത കൊണ്ട് അടിമയായെന്ന് ഞാൻ പറയത്തില്ല. അവനൊരു പ്രശ്നമുള്ളവനാണ്, അവനൊന്ന് മാനേജ് ചെയ്യാൻ പറ്റാതെ അവൻ അടിച്ചുപോയി. അപ്പൊ അവനെ പിടിക്കുവാണ് പോലീസ്. ആദ്യം അവൻ കഞ്ചാവ് അടിക്കുന്നവനായിട്ട് ഇവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നടപടി വേറെയാണ്. അടിക്കാരൻ എന്ത് ചെയ്യുമോ, ചെറിയ പെറ്റിയൊക്കെ അടിച്ചു കൊടുത്തായിരിക്കും. ചെറിയ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി 5 ഗ്രാമിൽ താഴെയാണെങ്കിൽ അത് മറ്റേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല, അതുകൊണ്ട് 2000 രൂപ പെറ്റി അടിക്കും. പിന്നെയും പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സിവിയറിറ്റി കൂടും. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടി. അങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവൻ 5 ഗ്രാമൊന്നും അല്ല, 1/2 കിലോയായിട്ട് പിടിക്കുക. അതിന്റെ ഉത്തരവാദി ആരാ? എത്ര നാളും ഇവന് ഈ സാധനം കിട്ടിക്കൊണ്ടിരുന്നു. ഇവൻ അത് കഴിഞ്ഞും ഇവൻ ഈ സാധനം വിൽക്കാൻ വരെ ഇവന്റെ കിട്ടിയേക്കുക. അതിന്റെ ഉത്തരവാദി ഗവൺമെന്റാ, സ്റ്റേറ്റ്. അതിന്റെ ഉത്തരവാദി പോലീസും കൂടാ. അപ്പോ അങ്ങനെ പിടിക്കുമ്പോ ഈ പാവപ്പെട്ടവനെ കൺസിഡർ ചെയ്യേണ്ട രീതിയുണ്ട്. ആ രീതിക്കല്ല ഇവരവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവൻ കൊടും ക്രിമിനലാണ്, ഇവൻ കാരണമാണ് ഈ സമൂഹം നശിച്ചത് എന്ന രീതി പറയുന്നത് തെറ്റാണ്. അവരുടെ വീഡിയോ വരാൻ പാടില്ല. പിന്നൊരു കാര്യങ്ങളുണ്ട്, ഈ പാവപ്പെട്ടവന്റെ പൈസ പോയിട്ടുണ്ട്. അത് എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചാൽ ഇതിന് തൊട്ട് മുകളിലത്തെ നിലകളിലേക്ക്. പിന്നെ ഏറ്റവും ലെവലിലെ കണ്ണിയാണല്ലോ. അപ്പോ അതിന് മണ്ണിക്കൂടി വീണ്ടും ഇത് പൈസ പോയി, മനസ്സിലായില്ലേ? ആ പൈസ പോകാൻ ഉത്തരവാദിയും ഗവൺമെന്റാണ്. അതെ, അവിടെ വരെ അത് എത്തിയിട്ടുണ്ട്, മനസ്സിലായി? അവന്റെ അവസാനം അവന്റെ കയ്യിലെ പാവപ്പെട്ടവന്റെ അവന്റെ സാധനം വരെ പോയി. അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദികളായ നിങ്ങൾ ആ പൈസ അവന് കൊടുക്കണം. എന്നിട്ട് അവനെ കേസിൽ പ്രതിയാക്കിക്കോ. പ്ലസ് അവന് കൊടുക്കേണ്ട വേറെ സാധനമാണ് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ്. കാരണം ഇവന് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവൻ അമിതമായി യൂസ് ചെയ്തതും പിന്നീട് ഒരു പണിക്കും പോകാൻ പറ്റാതായതും കച്ചവടക്കാരനായി മാറിയതും അതുകൊണ്ടാണ്. എല്ലാം വേറെ എന്തെങ്കിലും തൊഴിലെടുക്കുന്ന അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കഞ്ചാവ് MDMA ആണെങ്കിലും അത് ഇവന്റെ കിട്ടിക്കഴിഞ്ഞാൽ അവന് എന്തിനും അഡിക്റ്റ് ആവാൻ ചാൻസ് ഉള്ളതാണ്. അവൻ അത് എന്തും കച്ചവടം ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. ഈ നാട്ടിൽ ഭീകരമായ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് ഇതുപോലുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് തൊഴിലാക്കി എടുക്കാൻ സാധ്യതയുള്ളേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഈ കള്ള് കച്ചവടം ചെയ്യുന്നവരില്ലേ, ഈ ഇതില്ലാത്ത സമയത്ത് ഏതാ മദ്യം ഇങ്ങനെ മന്ത്ലി ഇതാവും, എന്താ 1-ാം തീയതി ഡ്രൈ ഡേ. അപ്പൊ ഈ കള്ള് കച്ചവടം ചെയ്യുന്നവരുണ്ട്. കള്ളൊക്കെ വാങ്ങിച്ചിട്ട് ഇവർ കച്ചവടം ചെയ്യും വേറെ റേറ്റിന്. ഓക്കെ, അപ്പൊ ഈ കള്ള് കച്ചവടം ചെയ്യുന്ന ആളുകൾ എല്ലാവരും കള്ളു കുടിക്കുന്നവരൊന്നും അല്ല. കാരണം അതിനിവിടെ അത്ര ആവശ്യക്കാരുണ്ട്, മനസ്സിലുണ്ടോ? പക്ഷെ മറ്റേതുണ്ടല്ലോ, ഏതാ ഇപ്പൊ കഞ്ചാവോ അല്ലെങ്കിൽ പറയുന്ന മറ്റ് സാധനങ്ങളൊക്കെ ഈ സെല്ല് ചെയ്യുന്ന ആൾക്കാര് അവരിതൊക്കെ ഉപയോഗിക്കുന്നവർ തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് ആൾക്കാർ വളരെ കുറവാക്കി. ഞാൻ പറയുന്ന ഗ്രൗണ്ട് ലെവലിലെ കാര്യം. സാധാരണക്കാരായിട്ടുള്ള ഈ കച്ചവടക്കാരായിട്ട് ഈ റൂട്ടിൽ നടന്ന് കച്ചവടം ചെയ്യുന്ന ഇങ്ങനെ നടക്കുന്ന ഇവിടെ കുറെ പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ബിസിനസ് ചെയ്യുന്ന പിള്ളേരുകളൊക്കെ ഉണ്ട്. ഇവന്മാരൊക്കെ ഇങ്ങനെ നടന്ന് കച്ചവടം ചെയ്യല്ലേ. ഇതെങ്ങനെ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇത് മാത്രമാണ്. ഒറ്റ പരിപാടിയാണ്. ഇവര് ഈ സാധനം അടിച്ച് ഇവന്മാരുടെയൊക്കെ കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. ഈ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നമൊന്നും മനസ്സിലാവാത്തൊരു സ്ഥലം. അഡിക്ഷനെ മനസ്സിലാക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ഒരാൾ അഡിക്റ്റ് ആകുന്നതെന്ന് മനസ്സിലാവണ്ടേ? അതിനെക്കുറിച്ച് ഒരു ധാരണയൊന്നുമില്ല. അതൊരു കണ്ടീഷനാന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും മദ്യപിച്ചിട്ട് ആളുകള് കുഴപ്പമുണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അവൻ കള്ളു കുടിച്ച് കുഴപ്പമുണ്ടാക്കിയെന്നൊക്കെ ആവും, ഭയങ്കര മദ്യപാനിയാണോ, അങ്ങനല്ലത്. കണ്ടീഷൻ അവന്റെ അവസ്ഥയിൽപ്പെടുന്ന ആ അവസ്ഥയിലെത്തി അവനെ പിന്നെ അങ്ങ് ഔട്ട്കാസ്റ്റ് ചെയ്ത് പിന്നെ അവനെ സൊസൈറ്റിയിൽ കൊള്ളാത്തവനാക്കി, അവനെ പിന്നെ പുറത്താക്കി, ആർക്കും വേണ്ടാത്തവനാക്കി അവൻ റോട്ടി കിടന്നു. അവനെ
ഡീൽ ചെയ്യുന്ന ഒരു പരിപാടി അല്ല, ഇത് തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റും. കള്ളിന്റെ കച്ചവടം ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. കള്ളാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രഗ് എന്നാണ് പറയുന്നത്. സ്വയം നാശം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള അത് ആക്സിഡന്റ് ഉണ്ടാവാം, ആക്രമം ഉണ്ടാവാം. അതുപോലെ തന്നെ അടിക്കുന്ന ആൾക്ക് സ്പോണ്ടേനിയസ് അല്ല ഈ കണ്ടിന്യൂസ് യൂസ് വരുമ്പോൾ ആദ്യം അത് പാൻക്രിയാസ് സിസ്റ്റം ബാധിക്കുന്നു, പിന്നെ അത് ഷുഗർ ഡയബറ്റിക്സ് കൂട്ടുന്നു. അങ്ങനെ ഡയബറ്റിക്സ് വഴി ബാക്കി എല്ലാ സാധനങ്ങളും ഇവർക്ക് അതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വൺസ് അഡിക്റ്റ് ആയാൽ ആൽക്കോളിക് ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മരിക്കുന്നതിന് വരെ കുടിക്കും. ഇവരുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും പിന്നെയും കുടിക്കുന്ന അവസ്ഥകൾ ഇവർക്ക് ഉണ്ടാകും. അത്രയ്ക്ക് ബ്രെയിൻ ഡാമേജാ. ബ്രെയിൻ ഡാമേജ് ഇല്ലാതെ എങ്ങനെയാണോ ഇയാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ അപ്പുറത്ത് പോയി കഴിയും. കാരണം അത്ര ഈസി ആയിട്ട് അവൈലബിളും ആണ് ഇത്. അതിന്റെ പരസ്യം ചെയ്യുന്നത് വാർത്താ മാധ്യമങ്ങളും ഗവൺമെന്റും തന്നെയാണ്. ഈ പറഞ്ഞ വാർത്തകളിലൊക്കെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റു, അതായത് ഒത്തിരി പേര് കള്ളു കുടിച്ചു, ഭയങ്കര ന്യൂസ്, ഭയങ്കര ആഘോഷം. രീതി തെറ്റാണ്, ന്യൂസ് ആക്കാനേ പാടില്ല. എന്ത് ന്യൂസ് അത്? അല്ലെങ്കിൽ എന്ത് പറയണം, ഇത്രയും ആളുകൾ ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് ഖേദം രേഖപ്പെടുത്തും. നമ്മൾ അങ്ങനെ പറയുന്നത് 3.5 കോടി കള്ളാന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇത്രയൊക്കെ കുടിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ചോദിച്ചാലും കുഴപ്പമില്ല. അല്ലടോ, അതിനകത്ത് അവരെ പറയാൻ പാടില്ല. വാർത്തയ്ക്കകത്ത് കൊടുക്കുന്ന സാധനം അല്ല ഇത്. ഒരിടത്ത് ഇതിനെ അങ്ങനെ കാണിക്കരുത്. പരസ്യം വരാൻ പാടില്ല, ആ ന്യൂസ് വരാൻ പാടില്ല, മന്ത്രിമാരെ പറ്റി പ്രസംഗിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓണത്തിന് ഇത്രയും വിറ്റു. ഉടനെ ഈ പുതുതലമുറ എന്താ കരുതുന്നത്, ഓണമാകുമ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് എടുത്ത് അടിക്കണമെന്ന് തന്നെ വിചാരിക്കത്തുള്ളൂ. മാത്രമല്ല ഇവര് കള്ളു കുടിക്കുന്നത് എന്തോ ഭയങ്കര ആഘോഷമായിട്ട് സിനിമകളിലൊക്കെ മോഹൻലാൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. എന്നിട്ടാണ് പുള്ളി തൂഫാന്റെ പോരാ വാര്യരാണ്, മേനോനാണ്, വാര്യരാണ്, നായരാന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. തൂഫാൻ മേനോൻ, തൂഫാൻ നായർ, തൂഫാൻ വാര്യർ അല്ലേ പുള്ളി. അത് പിന്നെ പറഞ്ഞിട്ടില്ല, അതൊക്കെ എന്റെ ഭാഗമാണ്. ഇതെല്ലാം എന്ത് ഭാഗമാണ്? പറഞ്ഞിട്ടുണ്ട് 2 പ്രാവശ്യം. എന്ത് പൊട്ടനാണോ അയാള്? എന്തൊരു 2 പ്രാവശ്യം പറയാമോ? അല്ല എന്തിനാ എവിടെ പറഞ്ഞെന്നാ? സിനിമ ഡയലോഗ് അല്ലേ? ഡയലോഗാണോ അത്? നമ്മളെ കോളിയോടെ മച്ചാന്റെ ഡയലോഗാണ്. അതെടുത്ത് ഇവിടെ കൊണ്ടുവന്നെങ്ങാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് ഫാമിലി കേൾക്കും. എന്തിനാ അതൊക്കെ? പുള്ളി വേറെ സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്, ഫാമിലിയാണ് ഫസ്റ്റ്. ആണോ? പുള്ളി അങ്ങനെ സാധനം പറഞ്ഞിട്ടുണ്ട്. എന്തിനാട്ടെ ഈ പറഞ്ഞ പോലെ മദ്യം ഇത്ര ഹാനികരമായിട്ടും അതിനും പ്രോപ്പർ ആയിട്ടുള്ളൊരു ബോധവൽക്കരണം ഇല്ലാതെ ലീഗലായി വിൽക്കുന്ന സ്ഥലം, ഇതിന് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും വേണ്ടത്ര ഇല്ല. ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ ഇത്ര നാൾ കഞ്ചാവ് കച്ചവടക്കാരെയും പിടിച്ചവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് 10-30,000 കേസ് ഇവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഒരു വർഷം. 2021 ശേഷം 300% ആണ് ഇതിന്റെ കേസുകൾ കൂടിയേക്കുന്നതെന്നാണ് ഗൂഗിൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഏതെങ്കിലും ഒരാൾക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കേസിൽ കുടുക്കി ഇത്രയും പേർക്ക് കേസ് അടിച്ചു കൊടുത്തു. കുറെ പേർക്ക് ഇങ്ങനത്തെ കോടതിക്ക് കാശുണ്ടാക്കാനും വക്കീലിന് കാശുണ്ടാക്കാനും ഈ പോലീസിന് കാശുണ്ടാക്കാനും ഒരു വരുമാന മാർഗമാക്കി. അത് തന്നെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടിച്ച പ്രശ്നം. ഇതൊക്കെയാണ് ഇവര് പെറ്റി അടിക്കാനുള്ള അല്ലെങ്കിൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള വരുമാന രീതിയാക്കി മാറ്റിയേക്കാണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റും കൂടി ഒക്കെ ഒത്തുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി. എങ്ങനെ ഇതിനകത്ത് ഈ പാവപ്പെട്ടെന്തെങ്കിലും എങ്ങനെ കിട്ടും? അവൻ എവിടെ പോയി മേടിച്ച്? അവൻ ഡയറക്റ്റ് മേടിക്കാൻ പെറ്റി അടിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു ഇതൊക്കെ നടത്തണേ. അല്ലാതെ വേറൊരു കാരണം ഞാൻ കാണുന്നില്ല. ഇല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നില്ല, മറ്റേ കരിമണൽ, അതിന്റെ ഇടപാടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഈ മറ്റേ എന്താ അതിലോട്ട് വിഷയത്തിലേക്ക് വരാം. ഒരു കുഞ്ഞു സാധനം, അതായത് ഈ ചെറിയ സാധനം വെച്ചോട്ടെ, ഈ വിഴിഞ്ഞം തുറമുണ്ടല്ലോ, അതിന്റെ എഗ്രിമെന്റ് വെച്ചു അദാനി ഗ്രൂപ്പായിട്ട് ഉമ്മൻചാണ്ടി വെച്ചത്. ഇന്ത്യയിൽ എവിടെ പോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് വേറെ ഗവൺമെന്റുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവര് ബിസിനസ് ചെയ്യാം അദാനി ഗ്രൂപ്പ്. അപ്പൊ ഗവൺമെന്റിന്റെ ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞ് പ്രോഫിറ്റിന്റെ ഷെയർ വയ്ക്കും. 30% ഗവൺമെന്റിന് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി വെച്ചാൽ എങ്ങനെ പറയാം, ഒന്നും തരണ്ടാന്ന്. നമുക്കൊരു ഇത്ര വർഷത്തേക്ക് നമുക്കൊന്നും ഇല്ല, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, ഈ നാടിന് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഈ സാധനം ഇത് നടത്തുന്നവർക്ക് കുറെ കാശ് ഉണ്ടാക്കാം എന്നുള്ള ഒരു പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ തന്നെ ഉണ്ടോ. ഈ മറ്റേതറിയാലോ, ഏതാ ഒരു സാധനം കൂടി ഉണ്ട്, മറ്റേ വെള്ളം എന്തായിരുന്നത്, മുല്ലപ്പെരിയാർ, അതിന്റെയൊക്കെ എഗ്രിമെന്റ് വെച്ചാൽ ഇവർ കാശ് മേടിക്കണോ, ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല, ഇവർക്ക് നാടില്ല, വീടില്ല. ഞാനും എന്റെ ആൾക്കാരും, എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ, മരിച്ചുപോയ മക്കളെ ജയിപ്പിക്കാൻ ഇവിടെ ആൾക്കാരും. അതും അപ്പൊ ഇവിടുത്തെ അതാ ടീം അല്ല, പിന്നെ ഇവർക്ക് എന്ത്. അപ്പൊ അതുകൊണ്ട് കഞ്ചാവ് ഇപ്പൊ ലീഗലൈസ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞ് ചെറിയ വാർത്തകളൊക്കെ വരുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അതായി കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് ഓൺലൈനിലൊക്കെ പല ഗമ്മീസും മറ്റേ ഓയിലും ഒക്കെ അവൈലബിൾ ആണ്. ഓയിലല്ല, എന്തോ ഡ്രോപ്സ് ഒക്കെ, പലതരത്തിലുള്ള റിലാക്സേഷൻ, ആങ്സൈറ്റി മാറ്റും, ഉറക്കം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രോഡക്ട്സ് വരുന്നത്. കാനബിനോയിഡ്, CBD കണ്ടന്റ് ഉള്ളതും THC കണ്ടന്റ് ഉള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധ്യതയുണ്ട് അതിന്, അങ്ങനെ ഒരു സാധ്യത കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കഞ്ചാവാണ്, വീട്ടിൽ നട്ട് വളർത്താം, പിന്നെ അതിനെ പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ പോലും
ഇപ്പൊ പഞ്ചാബിലൊക്കെ ഉള്ള പിള്ളേർ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർ കുളിക്കാൻ പോകുന്നേരം ആറ്റിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചുറ്റും ഈ കഞ്ചാവിയുടെ ഇങ്ങനെ വളർന്നിട്ടുണ്ടാവും. അവരത് പറിച്ചിട്ട് കയ്യിലിട്ട് തിരുമി ഈ കറ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അത് സിഗരറ്റായിട്ടൊക്കെ മിക്സ് ചെയ്തെങ്ങാണ്ട് വലിച്ചാലും കിക്കാവും അത്രേ. അങ്ങനെ അടിക്കുന്നുണ്ട് അവര്. പക്ഷെ അവർക്ക് കൂടുതൽ താല്പര്യം കള്ളാണ്. കള്ളിനാണ് അഡിക്ഷൻ കൂടുതൽ. അത് രണ്ടും അവൈലബിൾ ആയാലും കള്ളിനാണ് സാധ്യത. മനസ്സിലായി. അത് ഇവർക്ക് പേടിച്ചിട്ട് ഇവര് വെറുതെ. പക്ഷെ കുറെ പേര് ഇത് വലിക്കുന്നവർ ഇത് തന്നെ വലിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ചിലർക്ക് കള്ളൂരിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ആൽക്കഹോളിക്സ് അങ്ങനെ തന്നെ പോകും. പക്ഷെ ചിലർക്ക് കള്ളിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് കഞ്ചാവ് ട്രീറ്റ്മെന്റ് വരെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ഈ കള്ളുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും. ഇത് രണ്ടും കൂടെ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ അടിക്കുന്നവർക്ക് അത്രയും പ്രശ്നങ്ങൾ കുറവായിരിക്കും, ഹെൽത്ത് ഇഷ്യൂസ്. അതേസമയം കഞ്ചാവിന് അഡിക്റ്റ് ആയവൻ കഞ്ചാവ് അടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കും. പക്ഷെ അത് അഡിക്റ്റ് ആവുന്നതിന് കാരണം കള്ളിനാണെങ്കിലും കഞ്ചാവിനാണെങ്കിലും. പക്ഷെ കള്ളിന് പിന്നെയും പ്രശ്നമുണ്ടോ? കാരണം കഞ്ചാവിനൊക്കെ കൂടുതൽ സാധ്യത ഇതിനാണ്. അഡിക്ഷനും ഫിസിക്കൽ അഡിക്ഷൻ ഒക്കെ ഉണ്ട്. കയ്യും കാലൊക്കെ ഇങ്ങനെ വരക്കത്തില്ല അവർ അടിച്ചില്ലെങ്കിൽ. ഏത് കഞ്ചാവടിക്കാരനെ കണ്ടിട്ടുണ്ട് കയ്യും കാലം കണ്ടിട്ടില്ല ഒരിക്കലും. മറ്റേ പ്രശ്നക്കാരായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല കഞ്ചാവ് MDMA അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കാം, എന്തും ചെയ്യാം. മനസ്സിലായോ? കള്ളു കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടെ എല്ലാ ദിവസവും ചെക്കിങ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ കുടിച്ചിട്ട് എക്യുപ്മെന്റ് വരെ കണ്ടുപിടിച്ചു. ഇവിടെ ഓടിക്കുന്നില്ലേ? ഇത്രയും സാധനം വന്ന് അടിച്ചിട്ട് ഇതെല്ലാം പിടിച്ചിട്ട് 30,000 കേസും കഴിഞ്ഞിട്ട് ഇവരെന്താ വിചാരിച്ചേ? ഇവിടെ വണ്ടി ഓടിക്കുന്നവരൊക്കെ കഞ്ചാവ് അടിക്കാണോ വണ്ടി ഓടിച്ച്, MDMA അടിക്കാണോ വണ്ടി ഓടിച്ച്? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു റിപ്പോർട്ടും ഇല്ല. ഒന്ന് നോക്കി. അപ്പൊ കള്ളാണ് പ്രശ്നം. കള്ളടിച്ചിട്ട് വാഹനം ഓടിക്കരുത് എന്ന് ശാസ്ത്ര ലോകത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ശാസ്ത്രം ഈ മെഷീൻ കണ്ടുപിടിച്ചത്. അല്ലെ ശാസ്ത്രജ്ഞന്മാര് വെറുതെ ഇരിക്കൂ. ശാസ്ത്രത്തിന് എന്താണ് ഇപ്പൊ വേറെ രാജ്യങ്ങളൊക്കെ ഇതൊക്കെ ബാൻ ചെയ്ത സ്ഥലങ്ങളുണ്ടല്ലോ, ബാൻ ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഇത് ബാൻ ചെയ്ത് വെച്ചേക്കാണല്ലോ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അമേരിക്ക പോലും വേണ്ട, ഈ മെഷീൻ വേണ്ട. അവിടെ അങ്ങനെ ഒരു അവരത് അന്വേഷിക്കുന്നില്ല. നാസ അവിടെയാണ് ഇരിക്കുന്നത്, ശാസ്ത്രം മുഴുവൻ അമേരിക്കയിലാണ്. അമേരിക്കയിൽ തന്നെ ആരും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കഞ്ചാവ് അടിച്ചിട്ട് വണ്ടി ഓടിച്ചാലോ വണ്ടി ഓടിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ അത് ഓടിച്ചാൽ ആക്സിഡന്റ് ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. ആരും ഓടിക്കൂല എവിടെയെങ്കിലും. അതുകൊണ്ടാണ് കള്ളു കുടിച്ചിട്ട് ഓടിക്കുന്നവരെ പിടിക്കാനായിട്ട് എക്യുപ്മെന്റ് വരെ കണ്ടുപിടിക്കേണ്ടി വന്നത്. അല്ലാതെ ഇത് കണ്ടുപിടിക്കുമ്പോൾ അടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അഗ്രഷൻ കൂടുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിട്ട് വണ്ടി സ്പീഡിൽ ഓടിച്ച് ഇടിച്ച് മരിക്കാനും കൊല്ലാനും സാധ്യതയുണ്ട്. പല കൊലപാതകത്തിന് പോകുന്നവരും രണ്ടെണ്ണം അടിച്ചിട്ട് പോകുമ്പോൾ ധൈര്യം കിട്ടുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷെ കഞ്ചാവ് അടിച്ചിട്ട് ഒരു പോകത്തില്ല. അവർ ചിലപ്പോ നാളത്തെ പ്രതികാരം നാളെ ചെയ്താൽ മതിയോ, അടുത്ത ആഴ്ച. അങ്ങനെയാണ് അതിന്റെ ഒരു ഇത്. ഒരിക്കലും ഇത് ഇല്ലീഗൽ എന്ന് പറയാൻ പൂർണ്ണമായി ഇല്ലീഗൽ അല്ല ഇന്ത്യയിൽ. കാരണം 5 ഗ്രാമിൽ താഴെ ഏതാണ്ട് കൈവശം വെച്ചാലും പ്രശ്നമില്ല. ഇത് അടിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ വിൽപ്പനയും ഇത് ചെടി വളർത്തലൊക്കെയാണ് പ്രശ്നം. ക്വാണ്ടിറ്റി എല്ലാത്തിനും മാറ്റേഴ്സ്. MDMA ആണെങ്കിൽ പോലും വളരെ കുറച്ച് മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളെങ്കിൽ ആ കേസിന്റെ സിവിയറിറ്റി കുറയും. മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ കഞ്ചാവ് അടിക്കുന്നവർ ഇത് ഡിമാൻഡ് ചെയ്യാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അവരിറങ്ങി പറയണം ഞങ്ങൾക്ക് കഞ്ചാവ് അടിക്കേണ്ടവരാണ്, ഞങ്ങൾക്ക് കഞ്ചാവ് വേണം, കഞ്ചാവ് സോഷ്യൽ സെറ്റപ്പിനകത്ത് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് അതൊക്കെ പണ്ട്. ഇപ്പൊ പിള്ളേരൊക്കെ ഇത് അങ്ങനത്തെ പൊതുവെ ഇവിടെ സർക്കാരിനാ ബോധം തന്നെ ഉണ്ട്. ഗവൺമെന്റിൽ ഇരിക്കുന്ന മുഴുവൻ അപ്പൂപ്പന്മാർക്കും ഇതേ ബോധം തന്നെയാണ്. അത് കഞ്ചാവ് വേണ്ടതാണല്ലോ, അതാണ്. ഡിമാൻഡ് ചെയ്യണം. ഗവൺമെന്റിന് ഇതൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നില്ല. കഞ്ചാവ് വേണമെന്ന് അല്ലെങ്കിൽ പിന്നെ വൈറ്റ് പീപ്പിൾ വന്നു അവര് പറയണം ഞങ്ങൾക്ക് കഞ്ചാവ് വേണ്ടതാണ്, ഞങ്ങൾക്ക് അടിക്കേണ്ടതാണ്. പിന്നെ MDMA വേണം, വർഷത്തിൽ 3 പ്രാവശ്യം എനിക്ക് MDMA വേണമെന്ന് ഒരാൾ പറയുവാണെങ്കിൽ അതിനെന്താ കുഴപ്പം? കഞ്ചാവ് ആഴ്ച ഒരിക്കൽ വേണമെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? ഇതൊക്കെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനിൽ വേണം കൊടുക്കാൻ. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എനിക്കിത് കഞ്ചാവ് അടിക്കാനും കള്ളു കുടിക്കാനും MDMA അടിക്കാനും ഒക്കെ ഉള്ള ഹെൽത്ത് ഉണ്ടോ, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഉണ്ടോ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗവൺമെന്റ് സെല് ചെയ്യുന്നുണ്ടല്ലോ മദ്യം. ഒരാൾക്ക് വാങ്ങാവുന്ന മദ്യം 3 ലിറ്റർ മദ്യമാണ് ഒരാൾക്ക് വാങ്ങാം. പക്ഷെ ഞാൻ 3 ലിറ്റർ വാങ്ങിയിട്ട് ഞാൻ പോയിട്ട് പിന്നെയും വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ 3 ലിറ്റർ കൂടി വാങ്ങാം. ഇവിടെ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇവിടെ ആരും ഇതൊരു സെൻട്രലൈസ്ഡ് ഞാനിപ്പോ വന്ന എന്നെ ഞാൻ തന്റെ എല്ലാ സ്ഥലത്ത് പോയി മേടിക്കാം, അവിടെ തന്നെ മേടിക്കാം. ഇത് ആധാർ കാർഡ് വെച്ച് വേണം മേടിക്കാം. അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സാധനമില്ല. ഒരാൾക്ക് വാങ്ങാവുന്ന 3 ലിറ്റർ ഒരു കണക്കുണ്ടാക്കി വെച്ചത് മാത്രം. അതും സെൻട്രലൈസ്ഡ് ഇതായിരിക്കണം, സിസ്റ്റം അങ്ങനെ ആയിരിക്കണം. നിനക്ക് ഇതിൽ കൂടുതൽ മേടിക്കാൻ വാങ്ങിക്കഴിഞ്ഞാൽ അറിയണം ഞാൻ വാങ്ങിച്ചു അല്ലെ. ഞാൻ വേറെ കാര്യം വീട്ടിലുള്ളവർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം കൂടുതൽ കുപ്പി ഉണ്ടാലും. പക്ഷെ അത്രയും പോലും അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ അത് പറ്റത്തില്ല. എടോ തനിക്ക് കഞ്ചാവാണെങ്കിലും കള്ളാണെങ്കിലും MDMA ആണെങ്കിലും താൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തനിക്ക് എത്ര കുടിക്കാൻ പറ്റുന്ന ശാരീരികവും മാനസികമായുള്ള ആരോഗ്യം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മാത്രമേ അടിക്കാവൂ. അങ്ങനെ ഒരു സിസ്റ്റം വന്നാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഓരോരുത്തർ അടിച്ചങ്ങ് ശീലിക്കും. മനസ്സിലായോ? അവർ മര്യാദയ്ക്ക് അടിക്കും. പിന്നെ അതിനപ്പുറം പോകുന്നവർ കാണും. അത് വളരെ കുറച്ചുപേരെ കാണത്തുള്ളൂ. അവരെ വേണ്ടത് വേറൊരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലേക്ക് ആ ഡോക്ടർക്ക് എത്തിക്കാൻ പറ്റും. ഇത് റിപ്പോർട്ട് ചെയ്യും ആൾക്കാർ. ഇപ്പൊ കൂട്ടുകാരാണെങ്കിലും പറയുന്നത് ഇവൻ കുറച്ച് കുഴപ്പത്തില്ല, അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യവും അത് പറഞ്ഞാൽ ആ വ്യക്തിക്കോ പറയുന്നവർക്കോ അത് കച്ചവടം ചെയ്തവർക്കോ ഇതും കൊണ്ട് പോയവർക്കോ ഒന്നും പ്രശ്നം ഉണ്ടാകത്തില്ലെന്നുണ്ടെങ്കിൽ കുറെ പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്യാതെ
പകരം ഇത് കേസ് അലമ്പ് ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള റിപ്പോർട്ടിങ് നടക്കത്തില്ല. ഇനി അഥവാ ആരെയും പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ അടിക്കുന്നവർ മെന്റലായിട്ടുള്ള ആൾക്കാരാണ്, അവർ തിരിച്ചു വന്നിറങ്ങി ആക്രമിക്കാൻ സാധ്യതയുണ്ട്, പോലീസ് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കത്തില്ല. ഇനി ഇത് നിർത്താന്ന് വിചാരിച്ചാൽ ഈ ഔട്ടർ സർക്കിളിലുള്ള ആൾക്കാരെ പിടിച്ചതുകൊണ്ടൊന്നും വലിയ പറയാനില്ല. കാരണം അവിടെ റിക്രൂട്ട്മെന്റ് ഇസ് ഭയങ്കര പോസിബിൾ ആണ്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ജോലിക്ക് വരും. അവന്മാർ ഒരുത്തനകത്ത് കയറിയ 10 പേര് വന്ന് സാധനം കൊച്ചടം ചെയ്ത് അവന്മാർ അതുവഴി പോകും. പിന്നെ ഇത് കടത്തിക്കൊണ്ട് വരുന്നതും പിടിത്തോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇവർ പിടിക്കുന്ന അല്ല, ശരിക്കും ഇവർ കിട്ടുകൊടുക്കുന്നത്. പലരും ഒറ്റ കൊടുത്തു കഴിയുമ്പോൾ ഇത് പിടിക്കുന്നത് അല്ല, ഇത് വരുന്ന പിടിക്കാൻ ഭയങ്കര പാടാണ്. എതുവഴിയില്ല, കരമാർഗം, വെള്ളം മാർഗം, വായു മാർഗം എല്ലാം ഇത് വരുന്നുണ്ട്. അത് പിടിക്കാൻ പറ്റുള്ള ഇത്ര നാളായിട്ട് പിടിച്ചില്ലെന്ന്. ഇവർ യുദ്ധം തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ അതിന് അർത്ഥം എന്താണ്? ഇവർ ഇൻഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഇവർ കൈക്കൂലി, അതായത് ഇത് എന്താ പറയുക, അനാസ്ഥയുണ്ട്, കറപ്ഷൻ ഉണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ സാധനം ഇവിടെ വരുന്നത്. അതിന് ഉത്തരവാദികളായ ആൾക്കാർ എന്തിനാണ് പിന്നെയും ഈ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ വലിയ ആൾക്കാരെ പിടിക്കുമ്പോൾ അവരുടെ പൈസ കൊടുക്കണ്ട. ഇവർ കാശ പിടിക്കണ്ടേ? നിങ്ങൾ പിടിക്കേണ്ടത് ഈ സാധനമല്ല, ഇതിനു വേണ്ടി ചെലവായ പൈസ തിരിച്ചു കൊണ്ടുവരണ്ടേ? അത് മനസ്സിലാവുന്നില്ല ഇവർക്ക്. ഇതിന്റെ വാല്യൂ ഇല്ല. ഈ അവസാനം നിൽക്കുന്നവന്റെ പിടിച്ച ഈ സാധനം ഉണ്ടല്ലോ, ഈ ഔട്ടർ സർക്കിളിൽ കിടക്കുന്ന ഈ പെഡ്ലർ എന്ന് പറയുന്നവന്റെ പിടിച്ച കഞ്ചാവിന്റെ വില എന്ത്, അതിന്റെ വാല്യൂ എന്താണ്, അതിന്റെ മൂല്യം എന്താണ്? അതിന് മൂല്യം ഇല്ല ശരിക്കും. കാരണം അതിന്റെ വില ആ പൈസ പോയി, പിന്നുള്ളത് ചപ്പ. അത് കിട്ടി, കൊടുക്കേണ്ട കഴിഞ്ഞു. ഇവിടെ പാവങ്ങളുടെ പോയി, അടിക്കേണ്ടവന്റെയും പോയി, ഈ അടിക്കാൻ കുറച്ച് മേടിച്ചവന്റെയും പോയി. അവനെന്ത് വിലയാ? അവന്റെ വീടെടുത്ത് നോക്ക്, ദാരിദ്ര്യം പിടിച്ചവൻ. അവന്റെ ഈ കാശും പോയി, അവൻ കേസിലും പ്രതിയായി. പിന്നെ അവൻ ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിലും വലിയ കച്ചവടം നടത്തേണ്ട ഗതികേടിൽ പോയി. മറ്റൊരു പയ്യൻ പറഞ്ഞ ഓർമ്മയില്ലേ, ഫോട്ടോ അവനും ചിരിക്കുന്നു, ക്യാമറ എടുത്തോണ്ടിരുന്നോണ്ടിരിക്കുന്നു. ഇത് കണ്ടെല്ലാരും തിരിച്ചു. കഷ്ടമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഒരാളെ പോലും പിടിച്ചു കഴിഞ്ഞാൽ, ഈ ലെയറിലൊക്കെ നിൽക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ അവര് ഒരു കാരണവശാലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അത് നിയമം, അത് ഇതാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാ. അവർക്ക് പിന്നീട് ഒരു ഭാവി ഇല്ലാണ്ടാക്കരുത്. പോലീസും പത്രക്കാരോട് ചേർന്ന് ചെയ്യുന്ന പണിയായത് ഈ നാട്ടില്. എന്തൊരു വൃത്തികേടാ. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ഗവൺമെന്റ് ഇവരെ എന്ത് ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അവരെന്നൊക്കെ പറഞ്ഞില്ലേ രമേശ് ചെന്നിത്തല പറയുന്നത് എങ്ങനെയാ? അവരുടെ ടാർഗറ്റ് നമ്മുടെ സോഫ്റ്റ് ടാർഗറ്റായ കുട്ടികളാണ്. അവര് നമ്മുടെ കുട്ടികളെ കൊണ്ടുകൊടുക്കണം. ആരാണ് ഈ അവരാരാന്ന് എനിക്കറിയത്തില്ല. ഏലിയൻസ് ആണ്, നമുക്കറിയില്ല. ഇവർക്ക് ഒരിക്കലും ഒരു പ്രശ്നം എന്നാന്നറിയാമോ? ഇവിടെ തോട്ടം ഉണ്ടെന്ന് ഇവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല, ഇവിടെ ലാബുകൾ ഉണ്ടെന്ന് ഇവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും ഇത് ബോർഡർ കടന്ന് വരുന്ന സാധനമാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് എന്താ പറ്റുക? ആ ബോർഡർ കടന്ന് വരുന്നിടം തൊട്ടുള്ളവർക്ക് ഫൈൻ അടിക്കണം. ആർക്കാണ്? ഇതുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട് അവിടെ ഡ്യൂട്ടിക്ക് നിന്നവരെ ഈ സാധനം ഇപ്പുറത്തെത്തി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിട്ടിയാൽ ഈ ബോർഡർ സെക്യൂരിറ്റിക്കാണ് അതിന്റെ ഫൈൻ വരേണ്ടത്. അവരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ടാണല്ലോ ഇത് അകത്ത് കയറിയിരിക്കുന്നത്. അവർക്ക് ഏത് വഴി വന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കയറി ഈ AI ക്യാമറ, ഇവിടുത്തെ മറ്റേ ഇവരെല്ലാം നിൽക്കുക. എക്സൈസ് നിൽക്കുന്നു, പോലീസ് നിൽക്കുന്നു, ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് പിടിക്കാൻ നിൽക്കുന്നു, പിന്നെ പോരാത്തതിന് EDO ആരാണ്ടൊക്കെ നിൽക്കുന്നു, ഇൻകം ടാക്സുകാർ നിൽക്കുന്നു, ഇവരുടെ എല്ലാവരുടെയും MVD നിൽക്കുന്നു. ഇവരുടെ എല്ലാ ഇടയിൽ കൂടെ ഈ പാവപ്പെട്ടെന്നെ കിട്ടിയേക്കുക. ഒരു പ്രാവശ്യം എന്റെ റൂമിൽ വന്നെന്ന് തപ്പാൻ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ കഴിവുകൾ എന്തുവാണ്. കാരണം ഞാൻ ഇത്രയും കടത്തിക്കൊണ്ട് വന്നൊരു സാധനം ഞാൻ എവിടെ നിന്നും മേടിച്ച് എന്റെ വീടിനകത്ത് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവര് സെർച്ച് ചെയ്യാൻ പാടില്ല. അത് അവരുടെ കഴിവുകൾ അവർ നമ്മളെ വിളിച്ചറിയിച്ചതാണ്. ഇങ്ങോട്ട് പറയാം ഞങ്ങൾക്ക് കഴിവില്ല, കഴിവിട്ടവരാണ്, ഞങ്ങളെ ഒന്നിനും കൊള്ളത്തില്ലേ, ഞങ്ങൾ നിങ്ങൾ തരുന്ന ഈ പൈസക്കൊക്കെ വേറെ എന്തോ ചെയ്യുവാണെ, അവരുടെ നിന്നും കൈക്കൂലി മേടിച്ച് നമ്മൾ കൊടുക്കുന്ന സാലറിയും മേടിച്ചിട്ട് ഊമ്പി നടന്നിട്ട് അവസാനം നമ്മുടെ അടുത്ത് വന്നേക്കുക. ഞാനിവിടെ കൂടിയാണ് നിങ്ങളെ ഈ ജോലിക്ക് നിർത്തിയേക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? ഞാൻ അടിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ കൊടുക്കുന്നില്ലേടോ. അതെ, ഇത് പിടിക്കാൻ അല്ലേ? ഡയറക്റ്റ്ലി അല്ലെങ്കിൽ അത്രയും ആളുകളോട് സഹകരിച്ചാണ് നിനക്കൊക്കെ ശമ്പളം. നിന്റെയൊക്കെ ശമ്പളം അതാണ്. എന്റെ അഭിപ്രായം അതൊരിക്കലും എന്റെ വീട്ടിൽ കയറി നോക്കാനുള്ളതിലല്ല നിനക്ക് ശമ്പളം. ഈ പരിപാടി മൊത്തം നടക്കുന്നത് തെറ്റായിട്ട്, അതായത് റോങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോലീസ് മാത്രമല്ല ഞാൻ ഇതിനകത്ത് പ്രശ്നമായിട്ടാണ്. ഞാൻ ഈ സിസ്റ്റവും ഗവൺമെന്റിന്റെ മൊത്തം പരിപാടി പരിപാടി തെറ്റാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഒരു കച്ചവടം ചെയ്യുന്നത് ഗ്രൗണ്ട് തലത്തിലിറങ്ങി പരിപാടി അവതരിപ്പിക്കുന്നവരുടെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ പരിപാടിക്കകത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റേ എന്താണ് ഡാൻസ് ഓഫ് പോലീസ് എക്സൈസ് എന്തുവാണെങ്കിലും ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതി ഉണ്ട്. അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനപ്പുറത്തോട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഓടിച്ചു വിടും. വേറെ ടീമുണ്ട് അതിന്റെ മുകളിൽ, താഴെ പോയി അന്വേഷിക്കാൻ പറയും. അപ്പൊ അത് ഗവൺമെന്റ് ആണ് ഇവിടെ കറപ്റ്റഡ് ആയിട്ടിരിക്കുന്നത്. കറപ്റ്റഡ് ഗവൺമെന്റിനെ ശരിയാക്കാനാണ് ട്രാൻസ്പെറന്റ് ഗവർണൻസ് വേണമെന്നും പറഞ്ഞ് ഞാൻ ഇലക്ഷൻ മത്സരിച്ചത്. പക്ഷെ ആരും വോട്ട് ചെയ്തില്ലല്ലോ. ഊമ്പിക്കും. ഞാനാണെങ്കിൽ കഞ്ചാവ് അടിക്കുന്നവരെയും ഈ കഞ്ചാവ് ഈ ഏറ്റവും ലോ ലെവലിലുള്ള ഔട്ടർ സർക്കിളിലുള്ള കഞ്ചാവ് കച്ചവടക്കാരെ ഞാൻ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യത്തില്ല. പകരം അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ്മെന്റിന് വിധേയരാക്കും. അതുപോലെ തന്നെ അവരുടെ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ ഗവൺമെന്റ് ആണ് പോകാൻ ഉത്തരവാദി എന്ന് പറഞ്ഞ് അവരുടെ കാശും തിരിച്ചു കൊടുത്ത് ആ കുടുംബത്തിന്റെ പട്ടിണി നമ്മൾ ഒഴിവാക്കും. പിന്നെ ഈ വണ്ടി വരത്തില്ലേ, ഒരു ലോറിയിലാണല്ലോ ഇത് വരുന്നത്. തൂഫാൻ ജി, രമേശ് അണ്ണ, രമേശ് ഭായ്, ആപ് ക്യാ കർ രഹേ? രമേശ്
അളിയൻ ഒരു കാര്യം ചെയ്യണം, ഇത് ലോറിയിലാണ് വരുന്നത്, ലോറികളിൽ അല്ലെങ്കിൽ ബോട്ടിലോ കപ്പലിലോ ഒക്കെ വരുമെന്ന് വിചാരിച്ചു. രമേശ് അളിയൻ പോയി ഈ ലോറിയുടെ പുറകെ തിരിച്ചു പോയാൽ മതി, പുറകെ വണ്ടിയൊക്കെ ഓടിച്ച് തൂഫാൻ എന്നൊരു പാട്ടൊക്കെ ഉണ്ടാക്കുക, അതിൽ ഉണ്ടാക്കി തരും അല്ലേ. തൂഫാൻ വെച്ച് അല്ലേ നമുക്കിവിടെ ഉണ്ടാക്കി കൊടുക്കാം. അത് എന്നിട്ട് രമേശ് അണ്ണന്റെ വണ്ടിയെ പ്ലേ ചെയ്യട്ടെ, എന്നിട്ട് രമേശനും കൂട്ടുകാരോടെ പോട്ടെ. തൂഫാൻ ഞാൻ വരുന്നടാ, തൂഫാൻ നിന്നെ ഞാൻ പിടിക്കൂടാ, തൂഫാൻ. അത് പാമ്പ്, സ്നേക് ബൈറ്റ്, അത് നമുക്ക് പറയാം. അപ്പൊ ഉണ്ടല്ലോ ഈ പറഞ്ഞ രീതിയിൽ തൂഫാൻ എന്ന് പറഞ്ഞ് വണ്ടി പാട്ടൊക്കെ ഇട്ടിട്ട് രമേശനെ ആ ലോറിയുടെ പുറകെ അങ്ങ് ചെല്ലെങ്കിൽ ആ തോട്ടത്തിലെത്തും. മനസ്സിലാവുന്നുണ്ടോ? ആ സാധനം കൈ വെച്ച് അവൻ ഇനി വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഈ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തോട്ടത്തിന്റെ ഉള്ളിൽ വരെ എത്താൻ പറ്റുന്ന ഒരു സാധ്യത ഉള്ളപ്പോൾ അല്ലേ വേണ്ടോ ഈ ലോറിയിലൊക്കെ വല്ല GPS പിടിപ്പിച്ച് അങ്ങ് വിട്ടാൽ പോരോ ഇവന്മാരുടെ. തടഞ്ഞു നിർത്തിയിട്ടേ ഇത് കഞ്ചാവ് വേണ്ടിയാണെന്ന് അറിയാം, നൈസായിട്ട് സാധനം പിടിപ്പിച്ചിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ തോട്ടത്തിലെത്തും. ഇത് അത്രയും ബുദ്ധി പോരെ, ചെറിയ ബുദ്ധി പോരെ ഇത് പിടിക്കാൻ. എന്നിട്ട് ഈ വണ്ടിയുടെ പുറകെ ഒന്നും പോകണ്ട, വണ്ടി കൊണ്ട് ഇടുന്നിടത്ത് വന്ന് ഇങ്ങനെ ട്രേസ് ചെയ്യുക. 2 വണ്ടിയല്ല, എന്ത് സിമ്പിളാ. ഇവിടുത്തെ സിനിമകളിലൊക്കെ ആണേലും ഈ കള്ളക്കടത്തുകാരെ സ്കോർ ചെയ്യുന്ന കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പോലീസുകാരുടെ വലിയ ഇതൊന്നും ഈ സിനിമകളിൽ അധികം വരത്തില്ല. ഇത് ഒത്തിരി കടത്തും, എല്ലാ ചന്ദനവും കഞ്ചാവും എല്ലാം കടത്താൻ പറ്റുന്നത് പുഷ്പ, പിന്നെ മറ്റേ ലൂസിഫർ പോലത്തെ ആൾക്കാർ, അല്ലെങ്കിൽ മോഹൻലാലൊക്കെ പല പടത്തിലും ഒക്കെ ഇവര് വലിയ ആൾക്കാരാണ്, സ്മഗ്ലേഴ്സ് ഒക്കെ വലിയ ആൾക്കാരാണ്. പക്ഷെ നാർക്കോട്ടിക്സ് പറയും അത് ഭയങ്കര സ്മഗ്ലിംഗ് ഒക്കെയാണ്. ഇപ്പൊ ഈ മറ്റേ സ്വർണ്ണമൊക്കെ കടത്തുന്നിടത്ത് മോഹൻലാലിനെ കൊണ്ടുവന്നിരുന്നത് മോഹൻലാൽ പറയും അത് കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. പൊട്ടത്തരം. ഇങ്ങനെ വിവരമില്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഓക്കെയാണ്. എനിക്ക് അതല്ല പ്രശ്നം, 2 പ്രാവശ്യം ഇയാൾ എന്തിനും എന്തുവാണ് അതുപോലെ ഒരു സിനിമ ഡയലോഗും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കാവോ? വിവരക്കേട്. എന്ത് ചെയ്തെന്ന് പറ. ഞാൻ സിനിമയിൽ അഭിനയിച്ചത്, എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു. സ്മഗ്ലർ പറയുന്നത് പോഴത്തരം, ഇത്രയും വിഡിത്തരം. അതിനെ വിളിച്ചിരുത്തി കഴിഞ്ഞ പ്രാവശ്യം വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ എന്നിട്ട് ഇയാളെ തന്നെ കൊണ്ടു നിർത്തിയിട്ട് മറ്റേ ഇതിനൊക്കെ ലഹരി വിമുക്തത കേരളം ഇപ്പൊ ആവും. മോഹൻലാൽ വിചാരിച്ചാവും. ഈ പട്ടാളത്തിൽ മോഹൻലാൽ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കും. മോഹൻലാലിന്റെ ആർമിയിൽ എടുത്ത പോലെ അതെ, ഒരു ഗുണവും ഒരു ഗുണവും ഇല്ല. പേര് ദോഷവും നാണക്കേട്. ആർമിയിൽ എടുത്തോണ്ട് പറ്റിയതാ. മറ്റേ യൂണിഫോം ഇട്ടോണ്ട് ഈ മുണ്ടക്കൈ ചൂരമലയിൽ പോയി നിന്നിട്ട് പട്ടാളക്കാരുടെ കൂടെ സമയം കളഞ്ഞ വെറുപ്പിച്ച് അത്രയും പേരുടെ മരണത്തിന് വരെ കാരണമാക്കിയ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലോകത്തിന് മുന്നിൽ ഫെയിൽ ആ ഒരു ബറ്റാലിയൻ നാണക്കേട്. ബേസിക് സാമാന്യ ബോധമുള്ള ഒരു ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതല്ല. അപ്പൊ അങ്ങനത്തെ ടീമിനെ അവിടെ പോയി നിന്നോണ്ട് ഈ പരിപാടി നടത്താൻ നല്ല ആളാ കേട്ടോ, സൂപ്പറാ. ഈ ഇത്രയും വലിയ 2 പ്രാവശ്യം പറഞ്ഞാൽ 2 പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ജീപ്പ് എടുത്ത് പുറകെ പോയി കൂടാന്നോ? മീശയൊക്കെ പിരിച്ചിട്ട് ഞാൻ ഭയങ്കര വലിയ പുള്ളിയാണ്, കേരളത്തിലെ വലിയ ആളാണ്. അല്ല അത് മറ്റവനല്ല, അണ്ണ ഞാന് പറയല്ല, ഇനി ചെയ്യാൻ പോവാണ്. ഞാൻ ലോറിയുടെ പുറകെ പോവും, എന്നിട്ട് കഞ്ചാവ് തൊട്ടം കത്തിക്കും. എങ്ങനെ കത്തിക്കുമെന്ന് വെച്ചാൽ തീപ്പെട്ടി വരച്ച് ചുമ്മാ ഇങ്ങനെ കത്തിക്കും എന്ന് പറയാൻ മടിയില്ലാത്ത തരം മണ്ടത്തരമൊക്കെ കഴിവുള്ള ആളാണ്. മനസ്സിലായില്ലേ? ഭയങ്കര കഴിവാ പുള്ളിക്ക്. പുള്ളിയുടെ കഴിവ് കൂടി ഇപ്പൊ എല്ലായിടത്തും നടന്ന് പാട്ട് പാടി ഗാനങ്ങളൊക്കെ പാടാൻ പോകുന്നുണ്ട്. ഇനി മറ്റേ കല്യാണ വീട്ടിൽ വരിക എന്നുള്ളതാണ് അടുത്ത പരിപാടി. നല്ല പൈസ കിട്ടുമെന്ന് ആരോ പറയുന്നത് കേട്ടത്. റിസപ്ഷനില്ല, കല്യാണ വീട്ടിൽ ചെന്ന് ഡാൻസ് കളിക്കും. ഇങ്ങനെയൊക്കെ മറ്റേ പുള്ളിയും കൂടെ കൂടും. ഗാനമേള ടീമല്ലേ ഇവര്. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് വന്നു. പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം ഭയങ്കര കോമഡിയാ. മറ്റേ സ്നേക് ബൈറ്റ്. സ്നേക് ബൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോക്സ് ആണ് അത്. ഈ സാധനം പണ്ടുണ്ടാകുന്നതാ. അതായത് ഞാനൊരു ഡിഗ്രി കഴിഞ്ഞപ്പോ സമയത്ത് കേൾക്കുന്നത് ഗോവയിലൊക്കെ ഉണ്ട്, സ്നേക് ബൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ ഒരാൾ എന്നെ പറ്റിക്കാൻ ശ്രമിച്ചു, സ്നേക് ബൈറ്റ് ആണ്. ശരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായത് സ്നേക് ബൈറ്റ് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കുടത്തിനകത്തോട്ടൊക്കെ നമ്മൾ നാക്ക് കയറ്റി വെക്കാൻ പറയും. ഇതും കൊണ്ട് ഇങ്ങനെ വരും, എന്നിട്ട് നമ്മുടെ നാക്കയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പോറും, ചെറിയൊരു കുത്തൽ. ഈ കുടത്തിനകത്തൊക്കെ നാക്ക് കയറ്റി വെക്കാൻ പറഞ്ഞു. കുടത്തിലല്ല, അങ്ങനെയാണ് ഈ നാട്ടിലുള്ളവരെല്ലാം എത്ര കൊതുകളും കൂടെ രക്ഷപ്പെട്ടു പോയത്. ആ കുടത്തിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് അപ്പൊ അവൻ എന്താ ചെയ്യുന്നറിയോ? ഈ ആസിഡ് ഇല്ലേ, LSD ആണെന്ന് തോന്നുന്നു. ഈ സാധനം എടുത്തിട്ട് നമ്മുടെ നാക്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നൊരു ചെറിയ ഡോട്ട് വെച്ചിട്ട് ഇങ്ങനെ തേച്ചും കൊടുക്കും. അപ്പൊ ഉടനെ അനക്കലെന്ന് പറയും. അപ്പൊ ആ സമയത്ത് ഈ സാധനമൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആക്ട് ആയി കുറച്ച് കിക്കൊക്കെ വരും. നല്ല ഹൈ പവർ ആയിരിക്കും ചിലപ്പോ. അതിന് ഇവന്മാർ എന്ത് ചെയ്യുന്നറിയോ? സ്നേക് ബൈറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇത് വേണം, എനിക്കാണ് സ്നേക് ബൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തായ്ലൻഡിൽ പോയേക്കുവാ. അത് എത്ര 2006 തോന്നുന്നു. ഞാൻ സ്നേക് ബൈറ്റ് മേടിക്കാൻ പോയി. സ്നേക് ബൈറ്റ് മേടിക്കാൻ തായ്ലൻഡിൽ പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇമാർ ഇങ്ങനെ വെച്ചപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഈ കുട ഇങ്ങ് വലിച്ച്. അപ്പൊ ഇവന്റെ കൈ
ഞാൻ കുടത്തിനകത്ത് നോക്കി, വലിയ തുള, അതിലിങ്ങ് ഒരു മയിലും ഇല്ല, പാമ്പില്ല. ഞാൻ ഞോമ്പിക്കരുത് മയിരെ, എന്തോന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെയല്ല ചേട്ടാ, ചുമ്മാ ആരും പറയുന്നത്, പ്രത്യേകിച്ച് രമേശ് ജിയെ പോലത്തെ ഉള്ളവർ പറയരുത്, അവർ തൂഫാനാന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങളെ പിടിക്കുമെന്ന്. ഇത് ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് ഒരു 2 പ്രാവശ്യം അയാളോട് പറയാറുണ്ട്. ഇത് ഡയറക്റ്റ് ബിസിനസ് പാമ്പുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കരുത്. തായ്ലൻഡിലൊക്കെ പോയി ഇപ്പോഴും നമുക്ക് ഹൈബ്രിഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലീഗലായിട്ട് പുറത്തിറങ്ങിയെന്ന് വലിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവിടുത്തെ പാർലറുകൾ കണ്ട്, കുറെ സ്മോക്കിംഗ് പാർലേഴ്സ്, ഷോപ്പിംഗ് മോളിൽ പോലും ഇരുന്ന് വലിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. പിന്നെ THC അളവ് അവസ്ഥയിലുണ്ട്, ഏതൊക്കെ എത്ര ഡോസാണ്. ഇപ്പൊ ഇവിടെ മദ്യത്തിനെ പറ്റി പറഞ്ഞല്ലേ, ഏത് വീര്യം കുറഞ്ഞ മദ്യം, അത് പറഞ്ഞ പോലെ വീര്യം കുറഞ്ഞ കഞ്ചാവും കൂടിയ കഞ്ചാവും ഒക്കെ ഉണ്ട്. അങ്ങനെ അറിയാമോ ഇവിടെ ഇങ്ങനെ വരും. എടോ അത് ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് കോർക്ക് വെച്ച് അടയ്ക്കാം നമുക്ക്, എന്ന് വെച്ചാൽ അത്ര ഒന്നിച്ച് വലിക്കരുത്. അപ്പൊ 2 പുക എടുത്തിയാൽ അപ്പൊ ഇതിന് ഭയങ്കര കിക്ക് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ഇട്ടിട്ട് കോർക്ക് വെച്ച് അടച്ച അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം എപ്പോഴും വലിച്ചാൽ മതി. അപ്പൊ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അടിയുടെ രീതികൾ മാറും. നമുക്ക് അത്യാവശ്യം അടിക്കുന്ന ആളുകൾ രഹസ്യമായിട്ടൊക്കെ അടിക്കുമ്പോൾ തോപ്പ അടിക്കും. ഇത് കിട്ടാത്ത സാധനമല്ലേ, കിട്ടിയില്ലെങ്കിലോ. അത് ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. മനസ്സിലായല്ലേ? സൈക്കോളജിക്കൽ അല്ല, സൈക്കാട്രിക് തന്നെയാണ്. അതായത് നിനക്കിപ്പോ ഒരു സാധനം കിട്ടത്തില്ല, ഇത് ഭയങ്കര ബാൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കരുത് എടുക്കാനുള്ള ടെൻഡൻസി ഉള്ള പ്രായത്തിലാണ് ഇവര് ഏറ്റവും കൂടുതൽ എടുക്കരുത് എന്ന് പറയുന്നത്. പിന്നെ ഈ പാരലായിട്ട് ന്യൂസിൽ കാണിക്കുന്ന സാധനമാണ് പെരുമ്പാവൂർ എന്ന ഈ സാധനം കിട്ടും. എല്ലാ വീഡിയോയിലും ഉണ്ട്. എവിടെയും കിട്ടിയില്ല പെരുമ്പാവൂർ എന്നാ. അവിടെയൊക്കെ എത്ര പിള്ളേർ എവിടെ നിന്നെല്ലാം വന്ന് കാണുമെന്ന് അറിയോ? അവരുടെ നാട്ടിൽ കിട്ടത്തില്ല, അവർക്ക് നാട്ടിന് മേടിക്കാൻ പേടിയായിരിക്കും. അപ്പൊ ന്യൂസിൽ കൊടുത്തേക്കുവാണ് എവിടെയൊക്കെ കിട്ടും, എന്തൊക്കെയാണ് ഡ്രഗ്സ്, ഏതൊക്കെ അടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ അതിന് ആരാ ഉത്തരവാദി? അപ്പൊ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ന്യൂസിൽ കൂടെ. അതൊരു പ്രശ്നമാണ്. അത് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും, ഇതിനെപ്പറ്റി കോരം പ്രസംഗിക്കും. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താ, ടെൻഡൻസി കൂടും. ഈ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇത് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് കൂടുതൽ മേടിച്ചു വെക്കുക, കിട്ടും മാക്സിമം അടിക്കുക. 1-ാം തീയതി ഈ സാധനം ഇല്ലെന്ന് പറയുമ്പോൾ ആൾക്കാർ സ്റ്റോക്ക് ചെയ്യത്തില്ലേ? അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കഞ്ചാവ് MDMA എന്തായിരിക്കും ചെയ്യുന്നത്? അവൻ അങ്ങനെ അടിയൊന്നുമില്ല. 1-ാം തീയതി അടിക്കും. 1-ാം തീയതി ഞാനും മേടിച്ചിട്ടുണ്ട്. ന്യൂജൻ അന്ന് പ്രത്യേകം അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പണ്ട്. അപ്പൊ വേറെ സാധനമുള്ള എന്നാന്നറിയോ, ഇതേപോലെ ഉള്ള ടെൻഡൻസികള് കൂട്ടും എന്നറിഞ്ഞിട്ടും അതിനെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇവര്. എന്നാൽ ഇതിനെപ്പറ്റി പറയുന്നത് വേറെ രീതി പറഞ്ഞു കൊടുക്കരുത് പിള്ളേർക്ക്. അടിക്കുമ്പോൾ ഇങ്ങനെയാണ്, അടിച്ചു കഴിഞ്ഞാൽ എഫക്ട് ഇതാണ്, ഇത് അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഇതിന് ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട സാധനം വേണം ഇവിടെ. കഞ്ചാവിന്റെ MDMA ഒക്കെ ക്വാളിറ്റി ഗവൺമെന്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ പിടിച്ചാലും. കാരണം അതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ചില കെമിക്കൽസ് പറയണം. അത് നാട്ടിൽ ഈ ഇവിടെയുള്ള പിള്ളേരോട് പറയണ്ടേ, ഇതിങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങളെ അടിക്കണ ഈ സാധനം ഒന്നും അല്ലെന്നെങ്കിലും പറയണം. അത് തന്നെ. അപ്പൊ അവർക്കത് മനസ്സിലാവും. അതും ചെയ്യും. അതുമല്ല, അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. ഇത് ആരോഗ്യ സുരക്ഷാ വകുപ്പിനെ സംബന്ധിച്ച് വലിയൊരു ത്രെറ്റാണ്. കാരണം കഞ്ചാവിനും MDMA-ക്കകത്തൊക്കെ ഇത്തിരി സാധനങ്ങൾ, അതായത് അഡിക്ഷൻ കൂടാനുള്ള സാധ്യതകളുള്ള ടൈപ്പ് കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ വേറെ വല്ലതൊക്കെ ആയിരിക്കും. കഞ്ചാവിനെ പറ്റി ഗൂഗിൾ നോക്കി കാണിക്കുന്ന ടൈപ്പ് രോഗങ്ങളായിരിക്കത്തില്ല ഇവർക്ക് വരുന്നത്. ലിവർ അടിക്കാനുള്ള സാധ്യതയുണ്ട്, ലങ്സിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, സകല നെർവസ് ഡിസോർഡേഴ്സ് വരെ ഉണ്ടാക്കും വേണമെങ്കിൽ. കാരണം അതിനകത്ത് ഇവർ ഈ മാഫിയ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെന്റ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ കഞ്ചാവാണ്, ക്ലിയർ ആയിട്ട് കഞ്ചാവാന്ന് പറഞ്ഞ് മേടിച്ചടിക്കാൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് മേടിച്ചാൽ. അതേസമയം പുറത്തുപോയി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് വില കുറച്ചോ അല്ലെ കൂടുതൽ കിക്കോ വല്ലോ ഒക്കെ ആയിരിക്കും ഇവർ ഓഫർ ചെയ്യുന്നത്. അങ്ങനെ പോയി മേടിക്കുന്നതിനെ പിടിക്കണം. പിന്നെ അതുമല്ല, അങ്ങനെ മേടിച്ച് പിടിക്കപ്പെടുക എന്ന് വിചാരിച്ചോ അപ്പൊ തന്നെ പോലീസുകാർ ചെക്ക് ചെയ്യണം. എവിടെ ലാബിലൊക്കെ ഇത് ചെക്ക് ചെയ്യണം, ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ ഈ സാധനം വിഷമാണോ കൊടുത്തത്, എത്ര പേര് ഇത് അടിച്ചു, അപ്പൊ അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് വരുമെന്നുള്ള ഒരു അവബോധം കൊടുക്കണം. എന്നിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ എവിടെ നമ്മൾ പോയി തപ്പ്, ഈ കുഴപ്പമുണ്ടാക്കുന്ന സാധനം ഇവിടുന്ന വന്നെ നോക്ക്, ഈ കുഴപ്പം ഈ സാധനം ഇങ്ങനത്തെ സാധനം വിടുന്ന കച്ചവടം ഉണ്ടല്ലോ, അടിച്ചവനങ്ങ് നശിക്കട്ടെ എന്ന് പറയുന്ന പോലത്തെ കച്ചവടം, ആ കച്ചവടമാണ് ഇവര് അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്കൂൾ പ്രദേശങ്ങളിൽ സ്കൂളിൽ കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് എന്തോരം കംപ്ലൈന്റ് ആണോ? നമ്മുടെ ഒരു ആന്റിയുടെ മോന് കിട്ടിയോ? മോൻ ഇവിടെ അല്ല, ഇവനൊരു 8-ാം കണ്ട പഠിക്കണേ. അവന് കിട്ടിയോ? ഇവന് അടിയാ. എന്നിട്ട് പൊക്കി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡിയടിച്ചെന്നെ കൊണ്ടുപോയി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഇവിടെ നടക്കണ്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത്. സ്കൂൾ എടോ അതിനെന്തിനാ ആന്റിയുടെ ഇവിടെ വാർത്ത വന്നല്ലോ, എടോ സ്കൂളിൽ കിട്ടിയെന്നത് സ്കൂൾ പിള്ളേർ നടിക്കുന്നു. എന്നാൽ ഈ കഞ്ചാവ് കച്ചവടക്കാരെ അറിയാത്ത ഏതെങ്കിലും പോലീസുകാർ കേരളത്തിൽ കാണും? ഞാനത് ഇവനെ കണ്ടപ്പോഴോ എന്റെ ചുണ്ടൊക്കെ നല്ല കാറത്ത് മറ്റേ ഞാൻ നീ മറ്റേ ഇതെങ്ങാനും തിന്നണ്ടോ, കൊടംപുളി വല്ലതും തിന്നണ്ടോ, കാര്യപാളിച്ചിരിക്കുക. എന്താ വെച്ചെന്നുണ്ടെങ്കിൽ ആ പ്രായത്തിൽ അവന്റെ ചുണ്ട് അത്ര കറക്കേണ്ട ആവശ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. എനിക്ക് നല്ല കറക്റ്റ് ആയിട്ട് അറിയാം ഇവൻ എന്താ അടിക്കുന്ന നേരെയാണ്. ഞാൻ അവന്റെ ശരീരപ്രകൃതി കണ്ടാൽ തന്നെ, പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ അറിയാം, ഇവരുടെ പ്രകടനം കണ്ടാ അറിയാം, ഇവരുടെ സ്കിൻ കണ്ടാ മനസ്സിലാവും. അതുപോലും മനസ്സിലാകാത്ത രീതി പോലീസുകാർ പലരെയും പിടിക്കുന്നുണ്ട്.
ചുമ്മാ പിടിക്കണ്ട. അത് അടിക്കാരെ പിടിക്കും, നിങ്ങൾ അടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ പിടിച്ചിട്ട് അവരെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഈ സംഭവം കുറെ കൂടെ കൺട്രോൾ ആവും. അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയല്ലേ ഇത് ചെയ്യുന്നത്? ഈ റൂട്ട് തെറ്റായി. ഇവർ മൊത്തത്തിൽ റോങ് ആയതുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് കേസിന്റെ എണ്ണം കൂട്ടാൻ അറിയാം. അതേ ആളുകളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ റോങ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇതേപോലത്തെ സ്ഥലത്ത് കൊണ്ടിടുക. അതായത് ഇവരുടെ ഒരു ഗ്യാതറിംഗ് സെന്റർ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ജയിലൊക്കെ. ഈ അടിക്കാര് നോട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ഗ്യാദർ ചെയ്യുന്നു, അവർ പരസ്പരം പരിചയപ്പെടുന്നു, അവർ പുറത്തിറങ്ങും. ഇറങ്ങി കഴിഞ്ഞാൽ അവർ കമ്പനിക്കാരാണ്. വന്നിട്ട് അവന്മാർ വേറെ ട്രാക്കിൽ കൂടെ നല്ല കിടലായിട്ട് ചെയ്യാൻ അറിയാത്തടുത്തും കയറിയാൽ പോലും അവൻ അതിനൊക്കെ വലിയ ആളായിട്ട് ഇറങ്ങി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരുടെ ട്രീറ്റ്മെന്റ് തെറ്റായതുകൊണ്ടാണ് കേട്ടോ. അല്ല ഒരിക്കലും അതിന് വേറെ ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. എല്ലാ ഇതായനോ ഇത്രയും എല്ലാ ഗവൺമെന്റ് ഇപ്പൊ ഇവര് പറയുന്ന കേട്ടോ ഇത് കേക്ക്. ഇപ്പൊ രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് വന്ന് തൂഫാൻ ഉണ്ടാക്കുവാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ 2021 300% കൂടിയിട്ട് 30,000 കേസ് ഉണ്ടാക്കിയത് ഏത് ഗവൺമെന്റാ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, പിണറായി സർക്കാരല്ലേ? അവരിപ്പോ ഒന്നും ചെയ്യാതിരിക്കുവാന്നോ? ഇത്രയും കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? അതേ കേസ് തന്നെയല്ലേ ഇപ്പോഴും പിണറായി ഈ പറഞ്ഞ എന്താ മറ്റേ രമേശ് അണ്ണൻ ചെയ്യുന്നത്. അപ്പോ അയാൾ ചെയ്താൽ എന്ത് പ്രയോജനം ഉണ്ടാകും ഇതിന്? ഇത് തന്നെയല്ലേ ആളും ചെയ്യുന്നേ. ഈ അയ്യോ അതൊക്കെ കുറെ ആയി ചെയ്യാൻ തുടങ്ങിയിട്ട്. രമേശ് അങ്കിൾ ഇതൊന്നും അറിഞ്ഞില്ലേ? രമേശ് അളിയൻ സത്യം പറയാലോ, ഇതല്ല ശരി. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായോ? ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. ഇതൊക്കെയാ കൊടുക്കണ്ടേ. ഇങ്ങനെ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. അല്ലാതെ ജയിലിൽ കൊണ്ടിട്ടരുത്. ഭയങ്കര വലിയ ഡയലോഗൊക്കെ അടിക്കുന്നേ. ഭയങ്കര ഡയലോഗാ. നമ്മുടെ കുട്ടികൾ അങ്ങനെ അവരില്ലേ അടിച്ചവരെന്ന് പറഞ്ഞ് കേസിൽ പ്രതിയാക്കുന്നത് അവരും നമ്മള് കുട്ടികളൊക്കെ തന്നെയാണ്. അതിന് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യരുത് അവരെ. അവരുടെ ട്രീറ്റ്മെന്റ് തെറ്റായതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും പ്രശ്നത്തിലാവുന്നത്. അവരെ ചേർത്ത് പിടിക്കേണ്ടവരല്ലേ? അതല്ല ചെയ്യേണ്ടത്. ഇവിടെ കള്ളടിക്കുന്നവരെ കള്ളുടിയന്മാരെ ഇതേ പരിപാടി ചെയ്തിട്ടുള്ളത് തെറ്റായ രീതിയാണെന്ന് മനസ്സിലാവാതെ. രമേശ് അണ്ണൻ എന്താ ഇത്ര ഇതൊന്നും പഠിക്കാതെയാണ് ഇത്ര ആയത്? എത്ര വയസ്സായി? നാണയില്ല ഇത് പറഞ്ഞു മുമ്പേ ഒരു ലേഡിയോട് പറയാ, അവരുടെ ജീവിതാനുഭവം പറയാം. അങ്ങനെ ഒരു പരിപാടി അവർ പറയണം, അവരുടെ ഭർത്താവ് ഭയങ്കര കുടിയനായിരുന്നു, അവരങ്ങനെയായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു, അയാളുടെ പ്രശ്നങ്ങൾ അയാൾ അങ്ങനെ കുടിച്ച് ഇങ്ങനെ. ഹലോ, അയാളൊരു രോഗിയായിരുന്നു എന്നുള്ളത് മനസ്സിലായിട്ടേ ഇല്ല. അല്ല ഇത് ഇത്രയൊന്നും വരില്ലല്ലോ ഒന്നും. ഈ നിപ്പാണ് സാധനം. അമേരിക്കൻ സ്ട്രീറ്റ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പോയി നോക്കുക. ഏതൊക്കെ സ്ട്രീറ്റ്സ് ആണ് ഞാൻ മറന്നുപോയി. ഡ്രഗ് അഡിക്ട്സ് ഇൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് നോക്കാം. ഇങ്ങനെ വളഞ്ഞു കൂത്തി നിൽക്കുന്നവരെ കാണാം. MDMA ആണ് അടിക്കുന്നതെന്നാണ് പറയുന്നത്. ക്രാക്ക് മറ്റേ ഇത് MDMA ആണ് അതിന്റെ പേര്. ഫ്ലക്കയാണ് ഇങ്ങനെ കാണിക്കുന്നത്. വേറെ സാധനം കാണിക്കുന്നത്. ഇതിന്റെ പേര് MDMA ഞാൻ തോന്നുന്നു. മെത്തായിരിക്കും. ഈ സാധനം അടിച്ച് ഓവറായിട്ടാണ് ഇവർ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ കൂനിപ്പോവും. എന്നിട്ട് ആ റോഡിൽ കിടക്കും ഇങ്ങനെ അനങ്ങാതെ സ്റ്റിഫായിട്ടൊക്കെ നിൽക്കുക. ആ കേസുകൾ അവിടെ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ കഷ്ടം പറയാൻ പറ്റത്തില്ല. അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉപേക്ഷിച്ച പോലെ തള്ളി കളക്കുക. അത് കണ്ട് വേണേ ആൾക്കാർ പഠിച്ചു. കാണുന്നവർക്ക് അറിയാലോ ഇങ്ങനെ ആവുമെന്ന്. അങ്ങ് വിട്ടാ മതി. അതൊക്കെ കളഞ്ഞേക്ക. അതിനെ എടുക്കണ്ട. അടിക്കുന്ന അല്ലടോ അത് ജനറ്റിക്കലി എന്തോ ഡിസോർഡർ ഉള്ള ആളുകൾ, അവരെ കെയർ ചെയ്യാൻ പറ്റാത്ത, അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിനകത്ത് പേരൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നാ പറയുന്നവര്. അവരുടെ പേരൻസ് ഇല്ല, ചേച്ചി നേരത്തെ സൂയിസൈഡ് ചെയ്തു, അപ്പൊ ഇവൻ ഇങ്ങനെ ആയി. അപ്പൊ ആ ഫാമിലിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല. സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള, ജനറ്റിക്കൽ ഡിസോർഡർ ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരെ അങ്ങനെ ടേക്ക് കെയർ ചെയ്യണം. അവരെ മാത്രം അങ്ങ് വിട്ടേക്ക്. വേണേ അവരെ അങ്ങ് കൊന്നിട്ട് വല്ല കിഡ്നി എടുക്കുകയോ എല്ലാവർക്കും കൊടുക്കുകയോ ചെയ്താൽ പോലും കുഴപ്പമില്ല. കാരണം അവർ അത്രയ്ക്ക് യൂസ്ലെസ് ആയിപ്പോയി. ആ ആൾക്കാരെ അങ്ങനെ വേണേ എടുക്കാം കേട്ടോ, യൂസ്ഫുൾ ആക്കാം. ഒരു യൂസേ ഉള്ളവരെ കൊണ്ട്. അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അതാണ് ഈ മറ്റേ ക്രിമിനൽ ഇത് കൂടിയ ആളുകൾ. അവർക്ക് ഒരിക്കലും ഒരു റിക്കവറി ഇല്ല അസുഖത്തിൽ നിന്ന്. അതൊരു രോഗമാണ്. ആ രോഗാവസ്ഥയിൽ നിന്ന് ഒരിക്കലും റിക്കവറി ഇല്ല. അവർ ആജീവനാന്തകാലം. അതാണ് ഈ ജീവപര്യന്തം എന്ന് പറയുന്നത്. അത് ജീവപര്യന്തം എന്ന് പറയുന്നത് ഇവിടെ വേറെ എന്താ. അതെ, അല്ല അവരെ ഉറപ്പായിട്ട് ലോക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ. കാരണം ഇവരിറങ്ങിയിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാനില്ല. ഇവര് ചെയ്യുന്നത് ഇതൊക്കെ ജീവപര്യന്തം വേറെ ചില ആൾക്കാർക്കാണ് കിട്ടിയേക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണേ. ഇവിടെ സൈക്കാട്രിക് ഡിസോർഡർ ഉള്ള ഒരു ടൈപ്പ് ഒരു അക്രമം നടന്നാലും അതിനെ ക്രൈം പോലെ, അതായത് ഒരു ബോധമുള്ളൊരു മനുഷ്യൻ പണത്തിന്റെയോ അല്ലെ എന്തെങ്കിലും ഒരെണ്ണം അടിച്ചു മാറ്റാനോ പിടിച്ചു പറിക്കാനോ തട്ടിപ്പ് നടത്താനോ വേണ്ടി ചെയ്ത ക്രൈമും മറ്റേ സൈക്കാട്രിക് ഡിസോർഡർ ഉള്ള, അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ തല്ലിക്കൊന്നവനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. അവരെ രണ്ടുപേരും ഒരുപോലെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. അവന് സൈക്കാട്രിക് ഡിസോർഡർ ആണ്. അവന് പ്രത്യേകിച്ച് ലാഭമില്ല, അവന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. കൊച്ചിനെ ഉപദ്രവിക്കുന്ന ഒരു മാനസിക നിലയുണ്ട്. അവനെ മാനസിക രോഗ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടേണ്ടത്. ആ ഗോവിന്ദചാമിക്ക് അങ്ങനെ ചെയ്യേണ്ട ആൾക്കാരാണ്. അതിന് ലോയിൽ അതില്ല. ഇവിടെ ആരോഗ്യ സുരക്ഷാ വകുപ്പിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്താ പ്രശ്നം എടുത്തിട്ടില്ല. ഇത്തരം സാധനങ്ങൾ മുഴുവൻ ഇവർ മനസ്സിലാക്കുന്ന എല്ലാ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇങ്ങനെ ഭയങ്കര ബോധത്തിലും കൃത്യതയിലും ലോ മനസ്സിലാക്കിയും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിലാണ് ഈ നിയമം എഴുതി വെച്ചേക്കുന്നത്. ആര് പഠിപ്പിച്ചു? താൻ സ്കൂളിൽ പഠിച്ചു? ഞാൻ ഒരു പറയും പഠിച്ചിട്ടില്ല. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചില്ല.
അപ്പൊ ഇവര് മനസ്സിലാക്കുന്ന ഇങ്ങനെ, അതായത് നിങ്ങൾ ഇവര് നിയമം അറിയില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളവരൊക്കെ അങ്ങനെയൊക്കെ പറയും. അത് നിയമത്തിന്റെ ഇതൊക്കെ എവിടെ പറയുന്നറിയോ? ഇതൊക്കെ വല്ല വെസ്റ്റിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ, അവർ അറിയണം, അവര് പഠിപ്പിക്കും, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന അങ്ങനെ. നമ്മുടെ പരിപാടി അങ്ങനല്ല. പോട്ടോ ഇവർക്ക് ഇപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഗവൺമെന്റിന് വാട്സപ്പിൽ എല്ലാ ദിവസവും ഒരു ലോ വെച്ച് അയച്ചു കൊടുക്കരുതോ, ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ്, ഇത് നിയമം തെറ്റിച്ചാൽ ഇങ്ങനെ ആവും. ഓരോ കേസ് ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് ന്യൂസുകാർ ഇത് പറയുന്നില്ല, ഇവിടുത്തെ മീഡിയക്ക് നിയമം പറയത്തില്ല. അത് അങ്ങനെ വേണം എഡ്യൂക്കേറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് സാധ്യത ഇപ്പോൾ ഉണ്ട്. അതിനെ യൂസ് ചെയ്യുന്നുണ്ടോ? പോലീസുകാർ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെ വേണ്ട ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിനകത്ത് ഇമാരുടെ മാസ് ബീജം വിട്ട് നടപ്പാണ് ഊളകള്. അതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ കേസ് വരുമ്പോഴും ആ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പറഞ്ഞ പോലെ ഇതിന്റെ പ്രശ്നം എന്താണ്, ഇത് എങ്ങനെ പോകുന്നു, ഇത് എവിടെ നിന്ന് പിടിച്ചു, എന്താവുന്നു, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കണം. അതിനൊന്നും കഴിവില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനറിയത്തില്ലല്ലോ, വിവരം വേണ്ടേ? ഇവർ ഈ ഇട്ടാവട്ടത്തെ പൊട്ടക്കണ്ടിലെ വലിയ തവളകളാണ്. മോഹൻലാൽ വരുമ്പോഴേ പോയി. ഇവിടുത്തെ പിള്ളേർക്കൊന്നും മോഹൻലാലിനെ അറിയൊന്നുമില്ല. അതുമല്ല, പിള്ളേരൊക്കെ മോഹൻലാലിനെ അറിഞ്ഞിട്ടെന്ത് കാര്യം? കോമഡി പിള്ളേരൊക്കെ തിരിക്കുള്ളൂ ആൾക്കാർ. ഇതെന്താ കോമഡി പരിപാടിയെന്ന് വിചാരിച്ചിട്ടുണ്ട് പലരും. പോട്ടെ, മോഹൻലാൽ വന്നിട്ട് അടുത്ത ആഴ്ച മോഹൻലാൽ UK പോയിട്ടുണ്ടല്ലോ. ഒരുപാട് മദ്യക്കുപ്പികളുടെ മുന്നിൽ നിന്ന് ഡാൻസ് കളിച്ച്. എന്താ അത് UK എന്ന്. പക്ഷെ ഇത് കാണുന്ന മലയാളികളാ, അല്ലാതെ യൂറോപ്യൻസ് ആരല്ല ഈ ഊളകളുടെ ഒക്കെ ഡാൻസ് അത് ഇവിടെയുള്ള പിള്ളേരടക്കം കണ്ടോണ്ടിരിക്കുക. പറയുന്നത് യൂറോപ്യൻസ് കാണാതിരിക്കാൻ നിങ്ങൾ അവരൊരിക്കലും കാണത്തില്ല. അല്ല, എങ്ങനെ അറിയാതെ അവിടെ കളിക്കാൻ ഡാൻസ് കളിക്കാൻ വന്നവർക്ക് പൈസ കൊടുത്ത് വരുത്തുന്ന അവരത് എവിടെ നിന്നും പെർഫോം ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന അല്ലാത്ത ആരും ഇത് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ പിള്ളേരെല്ലാം കണ്ടു. ഇത്ര മദ്യക്കുപ്പിയുടെ മുന്നിൽ കഴിഞ്ഞ ആഴ്ച കുട്ടികളൊക്കെ കണ്ടു. സമൂഹം മുഴുവൻ ലഹരി വിരുദ്ധ സർവീസുകൾ കൂടുതൽ മയക്കുമരുന്നാണ്. മനസ്സിലായി? LSD മയക്കുമരുന്നല്ല, MDMA മയക്കുമരുന്നില്ല, ഗവൺമെന്റ് വണ്ടിയെ പോവാം. അത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ദുബൈയിലൊക്കെ ഒരുപാടുള്ള പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ പർപ്പസിന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതിന് ഇടയ്ക്കാണ്